തന്റെ ഫോട്ടോയോ തന്നോടൊപ്പമുള്ള ഫോട്ടോയോ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നടൻ ടൊവിനോ തോമസ്. താൻ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രിക്കൽ പാർട്ടിസിപ്പേഷൻ അംബാസഡറാണെന്ന് ടൊവിനോ പറയുന്നു. ആരെങ്കിലും തന്റെ ഫോട്ടോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ലെന്നും ഏവർക്കും നിഷ്പക്ഷവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പ് ആശംസിക്കുന്നുവെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തു. ടൊവിനോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്: എല്ലാ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ. ഞാൻ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസഡർ ആയതിനാൽ എൻ്റെ ഫോട്ടോയോ എന്നോടൊപ്പമുള്ള ഫോട്ടോയോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അറിവോടെയോ സമ്മതത്തോടെയല്ല. ഏവർക്കും നിഷ്പക്ഷവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പ് ആശംസിക്കുന്നു. നേരത്തെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ടൊവിനോയ്ക്കൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. സിനിമാ ലൊക്കേഷനിലേക്ക് എത്തി ടൊവിനോയെ കണ്ട ശേഷമായിരുന്നു സുനിൽകുമാറിന്റെ കുറിപ്പ്. ഇരുവരും തമ്മിലുള്ള സൗഹൃദം വിശദീകരിച്ചുകൊണ്ടായിരുന്നു കുറിപ്പ്. പ്രിയ സുഹൃത്തിന്റെ സ്നേഹത്തിന് നന്ദിയെന്നും സുനിൽകുമാർ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ടൊവിനോ തോമസിനൊപ്പമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്നും പിൻവലിക്കുകയും ചെയ്തു തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. ടൊവിനോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരണം നടത്തിയതിന് പിന്നാലെയാണ് സുനിൽകുമാർ പോസ്റ്റ് പിൻവലിച്ചത്. സുനിൽകുമാർ പോസ്റ്റ് നീക്കം ചെയ്തെങ്കിലും ഇടതു പ്രൊഫൈലുകളിൽ ഈ ചിത്രം ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചത്. ഏപ്രിൽ 26-നാണ് കേരളത്തിൽ വോട്ടെടുപ്പ്. തൃശൂരിലെ പോരാട്ടം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടം കൂടിയാണ്. BJP പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശൂർ. സുരേഷ് ഗോപിയാണ് BJPയുടെ സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവട്ടെ K മുരളീധരനും. ഇത്തവണ സുരേഷ് ഗോപി വിജയം സ്വന്തമാക്കുമെന്ന് തന്നെയാണ് BJP കരുതുന്നത്.